വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പ്രൊഡക്ഷനിൽ വരുന്ന 10ാമത്തെ സിനിമയിൽ നായകനാവുന്നത് സംഗീത് പ്രതാപാണ്. ജയസൂര്യയുടെ ജോൺ ലൂതർ എന്ന സിനിമയുടെ ഡയറക്ടറായ അഭിജിത്ത് ജോസഫാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഒഫീഷ്യലി ഈ ഒരു സിനിമ അനൗൺസ് ചെയ്തു. സിനിമയുടെ ടൈറ്റിൽ ലുക്കും ഫസ്റ്റ് ലുക്കും ഒക്കെ അടുത്ത മാസമാണ് വരാൻ പോകുന്നത്. ജിത്തു ജോസഫ് ആസിഫ് അലി ചിത്രമായ മിറേജ് എന്ന സിനിമയുടെ ഭാഗത്തുനിന്ന് ഓണം വിഷസ് അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. നിവിൻ പോളിയുടെ ബേബി ഗേൾ, സർവമായ എന്നീ സിനിമകളുടെ പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. ജയസൂര്യയുടെ പാൻ ഇന്ത്യൻ ബിഗ് ബജറ്റ് ചിത്രമായ കത്തനാര് സിനിമ അടുത്ത വർഷം ജനുവരി 22 റിലീസ് പ്ലാൻ ചെയ്തതെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. ലോക സിനിമയുടെ 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ നോക്കാം. ഫസ്റ്റ് ഡേ 2,70,00,000, സെക്കൻഡ് ഡേ 3,35,00,000, തേർഡ് ഡേ 4,65,00,000, ഫോർത്ത് ഡേ 5,65,00,000, ഫിഫ്ത്ത് ഡേ 5,25,00,000, സിക്സ്ത് ഡേ 5,40,00,000, സെവൻത്ത് ഡേ 5,46,00,000. അങ്ങനെ 8ാം ദിവസം 6,18,00,000. 8 ദിവസത്തെ സിനിമയുടെ ടോട്ടൽ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ 38,64,00,000. ഏതാനും ദിവസങ്ങൾക്കകം സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 50 കോടി ക്ലബിലും ഇടം നേടും. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമ 8 ദിവസം കൊണ്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് 24,70,00,000. സിനിമയുടെ ഓവർസീസ് കളക്ഷൻ 59,65,00,000 എത്തിയിട്ടുണ്ട്. ഏകദേശം 123 കോടി രൂപയോളം ആയിരിക്കും ലോക സിനിമയുടെ 8 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ. ലൂസിഫർ, പ്രേമലു, പുലിമുരുകൻ എന്നീ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷനൊക്കെ ഇന്ന് ലോക സിനിമ ബ്രേക്ക് ചെയ്യും. നാളത്തോടുകൂടി ആടുജീവിതം, ആവേശം സിനിമകളുടെയും ബോക്സ് ഓഫീസ് കളക്ഷൻ ലോക സിനിമ ബ്രേക്ക് ചെയ്യും. എന്തായാലും ലോക ചാപ്റ്റർ 1 ചന്ദ്രൻ എന്ന സിനിമ വലിയൊരു വിജയമായതുകൊണ്ട് തന്നെ സിനിമയുടെ 2ാം ഭാഗത്തിൻ്റെ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്തായാലും മലയാളത്തിലെ സൂപ്പർ ഗേൾ ഇനിയും ഒരുപാട് ബോക്സ് ഓഫീസ് കളക്ഷൻ റെക്കോർഡുകൾ സൃഷ്ടിക്കട്ടെ. തിരുവോണ ദിവസം ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോൾ നല്ല ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് കാണുന്നത്. എന്തായാലും നല്ലൊരു കളക്ഷൻ തിരുവോണ ദിവസം സിനിമയ്ക്ക് ഉണ്ടാവും. അങ്ങനെ കാത്തിരിപ്പിനോട് ഒരു വിലായത്ത് ബുദ്ധ എന്ന സിനിമയുടെ ഒഫീഷ്യൽ ടീസർ വന്നിരിക്കുകയാണ്. നല്ലൊരു കിടിലൻ ടീസർ തന്നെയാണ് വന്നിട്ടുള്ളത്. അതുപോലെ പുഷ്പ സിനിമയുടെ റെഫറൻസ് ഒക്കെ കൊടുത്തത് സിനിമയുടെ പ്രൊമോഷൻ്റെ സമയത്ത് അതൊക്കെ ഗുണം ചെയ്യുമെന്നാണ് തോന്നുന്നത്. വിലായത്ത് ബുദ്ധ നോവലിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു സിനിമ ഒരുങ്ങുന്നത്. ചന്ദനക്കടത്തുകാരനായ ഡബിൾ മോഹൻ എന്ന ക്യാരക്ടറായിട്ടാണ് പൃഥ്വിരാജ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ടീസറിലെ ജെക്സ് വിജയുടെ കിടിലൻ BGM ഒക്കെ കേൾക്കുമ്പോൾ സിനിമയിലുള്ള പ്രതീക്ഷ കൂടുന്നുണ്ട്. സച്ചിക്ക് ചെയ്യാൻ സാധിക്കാതെ പോയൊരു ചിത്രം കൂടിയാണ് വിലായത്ത് ബുദ്ധ. ജയൻ നമ്പ്യാരാണ് ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ സിനിമ പാൻ ഇന്ത്യൻ റിലീസായിട്ടാണ് തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുന്നത്.